എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് രാവിലെ എന്നിട്ടപ്പോൾ നല്ല ശബ്ദമായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കത് ഒരുപാട് ആസ്വദിക്കാൻ സാധിച്ചു. കുറേയധികം ദിവസമായിട്ട് അങ്ങനെ രാവിലെ നിൽക്കുമ്പോൾ മഴയൊക്കെ തന്നെ ആയതുകൊണ്ട് കിളികൾ ആരും അനങ്ങൂല, അവർ മിണ്ടാതിരിക്കണമായിരിക്കുള്ളൂ. അപ്പോൾ ഇന്ന് നല്ല കിളികളുടെ ശബ്ദമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് യൂട്യൂബ് വർക്കൊക്കെ ചെയ്തതിന് ശേഷമാണ് കിച്ചണിലേക്ക് വന്നത്. 7 മണിക്ക് സാറ്റിനൊക്കെ പോകണമല്ല. അപ്പോൾ തലേന്ന് തന്നെ ചപ്പാത്തി റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ ഞാൻ റാപ്പ് ചെയ്ത് കയറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ തന്നെ റാപ്പ് ചെയ്ത പോലെ തന്നെ കൊടുത്തു വിട്ടാൽ മതി, അവിടെ ചെന്നിട്ട് ചൂടാക്കി കഴിച്ചോളും. പിന്നെ നമ്മളുടെ കോഫി പൗഡർ ഇന്നിപ്പോൾ പൊട്ടിച്ചെടുക്കണം. ഇത്രയും ദിവസം കോഫി പൗഡർ മേടിക്കാൻ മറന്ന് പോയതുകൊണ്ട് നമ്മളുടെ കയ്യിലുള്ള ഇൻസ്റ്റൻറ്റ് കോഫിയായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് കാലത്ത് കട്ടൻ കാപ്പിക്ക്. അത് പക്ഷേ നമുക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടില്ല. ഈ ഒരു രവീസ് കോഫിയുടെ ടേസ്റ്റൊന്നും വേറൊരു കോഫിക്കും എനിക്ക് ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. ഓൺലൈനിലൊന്നും ഈ രവീസ് കോഫി കണ്ടിട്ടില്ല കേട്ടോ. ഞങ്ങളുടെ ഇവിടെ മട്ടാഞ്ചേരിയിൽ ഇത് ഉണ്ടാക്കുന്ന സ്ഥലത്ത് പോയിട്ടാണ് പപ്പം മേടിക്കണത് രവീസ് കോഫി. ആ വഴിയിൽ മുഴുവൻ രവീസ് കോഫിയുടെ സ്മെല്ലാണ്. ഇതുണ്ടാക്കണ നമ്മൾ മേടിക്കാൻ ചെല്ലുമ്പോഴില്ലേ, ആ വഴിയിൽ മുഴുവൻ അത്രയും നല്ല സ്മെല്ലാണ്. അപ്പോൾ സാറ്റിനൊക്കെ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നഗറ്റ്സ് കുറച്ച് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയായിരുന്നു. പിന്നെ ചപ്പാത്തി, തലേദിവസത്തെ സുഖിയൻ സാധനമൊക്കെ ഇത് കഴിക്കുന്നത് നല്ല ഇഷ്ടമായതുകൊണ്ട് അത് ഒരു 3 എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത്തിരി ജാം ഉള്ളതെടുത്ത്, കാരണം ജാം ചപ്പാത്തിയിൽ പുരട്ടി കഴിക്കാൻ സാധനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഉടുപ്പിട്ടത് കാണിച്ചെടുക്കണ്ടേ നമുക്ക്? അതെ, ഞാനില്ലേ ഇത് മറ്റേത് ഉണ്ടാക്കിയില്ല, എന്താണ് പനീർ. അത് വെള്ളം ഒഴുകി അത് വല്ല ക്യാപ്സിക്കൊന്നും തിന്നില്ലല്ലോ. അപ്പം അത് നഗറ്റ്സ് എടുത്ത്, പിന്നില്ലേ ജാം റോള് ആക്കണമെന്ന് പറഞ്ഞില്ലേ, ജാം ഒട്ടും ഇല്ല. ജാം റോളില്ലേ, ഒരിത്തിരി ജാമുണ്ട്, അത് കൊണ്ടുപോയി കണ്ട് ഇത് കളഞ്ഞോ അത് ഇങ്ങനെ. പിന്നെ ഇത് ഉണ്ടാ അത് ഇപ്പം തന്നെ തിന്നോ ചെല്ലുമ്പോ എടാ, അല്ലെങ്കിൽ ചീത്തയിൽ പോകുന്നത്. വൈകുന്നേരത്തേക്കൊക്കെ വെക്കരുത്. തിരിച്ചു കൊണ്ടുവരാൻ സ്റ്റീൽ പാത്രം മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ കളയാനുള്ളതല്ലേ. സോസ് വേണോ? ആ ഓ ശരി ശരി. പണിക്കോണ് ചുരുങ്ങി ഇവിടെ ഉണ്ട്. ചുരുങ്ങി ചേച്ചിയെടുത്തോട്ട് ചെന്നില്ല, അത് കിടക്കണ. കൊച്ചിനറിയാം ചേച്ചി തിരക്കിട്ട് പോണേണെന്ന്. ചെല്ലി ബൈ, ടാറ്റ ടാറ്റ ടാറ്റ. അപ്പോൾ ഇവിടുന്ന് ആന ഇങ്ങനെ പുറത്തേക്ക് പോകുമ്പോഴും ഫ്രണ്ട് ഡോറ് നമ്മൾ പൂട്ടിക്കളയും. അല്ലെങ്കിൽ റൂബി ചാടി ഇറങ്ങി മുറ്റത്തേക്ക് പോയാൽ കാർ എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് എപ്പോഴും ഫ്രണ്ട് ഡോറ് പൂട്ടിക്കളയുന്നത്. അപ്പോൾ പപ്പയായിരിക്കുള്ളൂ എപ്പോഴും ഗേറ്റ് തുറന്നു കൊടുക്കുന്ന ആളാട്ടോ. അപ്പോൾ ഇങ്ങനെ കാറിങ്ങനെ തിരിഞ്ഞ് വഴിയിലേക്ക് ഇറങ്ങൂലേ, അപ്പോഴേക്കും സാറ്റിന് പപ്പയ്ക്ക് ടാറ്റ പറയും. അപ്പോൾ ചില ദിവസങ്ങളിൽ തിരക്ക് പിടിച്ച് പോകുമ്പോൾ ടാറ്റ പറയാനായിട്ട് ചിലപ്പോൾ പറ്റിയില്ലെങ്കിൽ സാറ്റിനൊക്കെ ഭയങ്കര വിഷമമാണെന്നാണ് സാറ്റിന് പറഞ്ഞത്. ഓഫീസിൽ പോയിരിക്കുമ്പോൾ വിഷമമാണെങ്കിയോ പപ്പയ്ക്ക് ടാറ്റ പറഞ്ഞില്ല ഇറങ്ങിയപ്പോൾ അങ്ങനത്തെ ഒരു വിഷമമുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ എനിക്കും വല്ലാത്തൊരു സന്തോഷം തോന്നും കേട്ടോ. അപ്പോൾ ഏതായാലും സാറ്റിനെ പോയി വന്നതിന് ശേഷം പിന്നെ റിച്ചാറിന് പുട്ടും പഴവും വാരി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പുട്ടൊക്കെ ഉണ്ടാക്കി പഴമൊക്കെ ആയിട്ട് വാരിയൊക്കെ കൊടുത്ത്, പിന്നെ അങ്ങനെ ചോറ് വെക്കാനുള്ളതും പിന്നെ നമുക്ക് തുണി വാഷ് ചെയ്യാനിടണം, തുടക്കണം. അപ്പോൾ ഈ ഒരു മോപ്പ് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരുപാട് പൊടി അഴുകുകയുള്ള സമയത്ത് അത് ഉപയോഗിക്കാനേ പറ്റൂല കേട്ടോ. അത് ക്ലീനായിട്ട് ആകില്ല. ഇപ്പം മഴക്കാലത്ത് അധികം പൊടിയൊന്നും വീട്ടിലില്ല, എങ്കിലും മൊത്തത്തിൽ നമ്മൾ അടിച്ചു വാരി എടുക്കാതെ ഇത് വെച്ച് തുടക്കാനേ പറ്റില്ല. ഒന്നാമത് റൂബിയുടെ മുടിയും കൂടി ഉള്ളതുകൊണ്ട്, രോമമുള്ളതുകൊണ്ട്. അപ്പോൾ നീറ്റായിട്ട് അടിച്ചു വാരി എടുത്തിട്ട് ഇത് വെച്ചിട്ടൊന്ന് തുടക്കും. അപ്പോൾ അത് സ്പ്രേ ചെയ്ത് തുടക്കണതുകൊണ്ട് നമുക്കത് വേഗം കഴിയും. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ പൊടി കൂടുതലുള്ള സ്ഥലത്തൊന്നും അത് പറ്റില്ല. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഇന്ന് കുറച്ച് നാടൻ കറിയും ഊണൊക്കെ ആക്കാമെന്നും പറഞ്ഞിട്ട് റിച്ചാർഡിനോട് ചോദിച്ചപ്പോൾ റിച്ചാർഡിന് ഇഷ്ടപ്പെട്ട്. അപ്പോൾ നമ്മൾ പുളിശ്ശേരി തൈര് മേടിച്ച് വെച്ചിട്ടുണ്ട്, കുമ്പളങ്ങയുണ്ട്,
ക്യാബേജ് ഉണ്ട്. അപ്പോൾ ക്യാബേജ് വെള്ള കളറിലുള്ള തോരനും കുമ്പളങ്ങച്ചാറും പപ്പടവും അതിൽ നിന്നാണ് റിച്ചാർഡ് പറഞ്ഞേക്കണം. പക്ഷേ എന്നെ സംബന്ധിച്ച് ഈ എരിവില്ലാത്ത മഞ്ഞ കളറിലെ കറികൾ, അതായത് ഇപ്പോൾ ക്യാബേജ് ആണെങ്കിൽ വെളുത്തിരിക്കും, ഇതാണെങ്കിൽ മഞ്ഞച്ചിരിക്കും, എനിക്ക് അത് മാത്രമായിട്ട് ഇങ്ങനെ കഴിക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു എരിവുള്ള കറി വേണം. അപ്പം ഞാൻ വിചാരിച്ചിട്ട് പരിപ്പ് കൂടിയിട്ട് ഉണ്ടാക്കാം, പരിപ്പ് കറി കൂടിയിട്ട് ഉണ്ടാക്കാം. അപ്പം ഞാനും പപ്പ അത് കഴിക്കാം. അപ്പോൾ റിച്ചാർഡ് വേണ്ട മമ്മി പരിപ്പ് കറി വേണ്ട. ഞാൻ പറഞ്ഞു നീ കഴിക്കണ്ട, ഞങ്ങൾക്ക് ആയിട്ടത് എനിക്ക് അത് ഇത്തിരി എരിവുള്ള കറി വേണം എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഈ 3 കറികളാണ് ഇന്ന് വെക്കാമെന്ന് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ നമ്മളുടെ ആ ഒരു മോപ്പിൻ്റെ അകത്ത് ആ ഒരു ബോട്ടിൽ വെള്ളം നിറച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ദിവസം നമുക്ക് ഉപയോഗിക്കാനുണ്ടാവും കേട്ടോ. 2 ദിവസം കൊണ്ടേ അത് തീരുള്ളൂ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ലിക്വിഡ് തറ തുടക്കണ സംഗതികളൊക്കെ ഇട്ട് കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ ഞാൻ ആദ്യം തേങ്ങ അടിച്ച് വെച്ചിട്ട്, അപ്പം ഞാൻ കുറച്ച് നേരം ഒന്ന് അവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഭയങ്കര ചൂടായതുകൊണ്ട് തളർന്നു പോകണം, ഭയങ്കര ചൂടാണ്. അപ്പോൾ വേർത്തൊലിക്കാനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ നൈറ്റ് ഡ്രസ്സ് മാറ്റാതെ രാവിലത്തെ കുറച്ച് ജോലികളും കൂടി തീർത്തിട്ടാണ് പോയിട്ട് കുളിച്ച് നൈറ്റ് ഡ്രസ്സ് മാറുന്നത്. അത്രയും ചൂടാണ്. അപ്പോൾ ഈ നൈറ്റ് ഡ്രസ്സ് ഇട്ട് ഇതിപ്പോൾ ഹാഫ് ആയതുകൊണ്ട്, ഫുള്ളാണെങ്കിൽ എനിക്ക് അങ്ങനെ ഇട്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. ഇതിപ്പോൾ ഹാഫ് നൈറ്റ് ആയതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് ഇട്ടുകൊണ്ട് നിൽക്കാം. അപ്പോൾ തിരക്ക് ജോലികൾ തീർന്നിട്ട് പോയിട്ട് കുളിച്ചാലേ ഒരു സ്വസ്ഥതയുള്ളൂ. ആദ്യം തന്നെ കുളിച്ച് അടുക്കളയിലേക്ക് കയറുമ്പോൾ പിന്നെ ഭയങ്കര നിൽക്കാൻ പറ്റാത്തത്ര ചൂടാണ് എനിക്കിപ്പോൾ തോന്നിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഈ നൈറ്റ് ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് കുറച്ച് ജോലികൾ തീർക്കണേന്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു. കാരണം നമ്മൾ തുടക്കൽ കുറേ ജോലികളും കൊണ്ട് വേഗം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം നിന്ന് റെസ്റ്റ് ചെയ്ത് റൂബിക്കും അപ്പോൾ റെസ്റ്റ് ആകും, നമ്മുടെ പുറകെ ഓടണ്ടല്ലോ. അപ്പോൾ അങ്ങനെ റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ റിച്ചാർഡും കൂടിയിട്ട് അവിടെ ഇരുന്ന സമയത്താണ് പപ്പ വന്നിട്ടും പറഞ്ഞത് കറണ്ട് 10:30 പോകുമെന്ന് മെസ്സേജ് വന്നിട്ടുണ്ട്. ഇത് മരം വെട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വഴിയിലൊക്കെ കൂടുതൽ കൊമ്പുകളായിട്ട് നിൽക്കുന്ന മരങ്ങളെല്ലാം വെട്ടിയിറക്കാനാണ്. അപ്പോൾ കറണ്ട് കട്ട് ചെയ്തിട്ടാണ് അവർ വെട്ടണം. അപ്പോൾ അതുകൊണ്ട് വല്ല മിക്സിയിൽ വല്ലതും ചെയ്യാനുണ്ട്, കറണ്ട് ഉപയോഗിക്കാനുള്ള കാര്യങ്ങൾ വേഗം ചെയ്ത് തീർക്കുന്നതിൻ്റെ അടുത്ത് പപ്പ വന്നിട്ടും പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ വേഗം തേങ്ങ അങ്ങോട്ട് അരക്കാനുള്ളത് അരച്ച് വെച്ചതാണ് കേട്ടോ ചാറിന്. പിന്നെ ഞാൻ വിചാരിച്ച ഏതായാലും തുടങ്ങിയതല്ലേ, അന്നേ പണി വേഗം തീർത്തിട്ട് ഇനി ഇരിക്കാം എന്നുള്ള രീതിക്ക് റെസ്റ്റ് മതിയാക്കി വന്ന് പണികൾ തുടങ്ങിയതാണ് ഈ കണ്ടത് കേട്ടോ. കുമ്പളങ്ങയും ഇത്തിരി വെളുത്തുള്ളി ചതച്ചതും, ഇപ്പോൾ അരക്കണ കൂട്ടത്തിൽ വെളുത്തുള്ളി ഇട്ടാലും മതി, എങ്കിലും ഇന്നിപ്പോൾ അങ്ങനെ ചതച്ച വെളുത്തുള്ളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് കുമ്പളങ്ങ പാത്രത്തിൽ വേവിക്കാൻ വെച്ച്. സാധാരണ കുമ്പളങ്ങ ഞാൻ കുക്കറിലായിരിക്കുള്ളൂ വേവിക്കണത്. ഇന്നിപ്പോൾ കുക്കർ എടുത്തില്ല, അവിടെ കഴുകി മാറ്റി വെച്ച പാത്രകത്ത് തന്നെ ഉള്ളതുകൊണ്ട് അത് തന്നെ എടുത്ത് ഉപയോഗിക്കണേ. അപ്പോൾ ഒരെണ്ണത്തിൽ നമ്മൾ ക്യാബേജ് തോരനും ഇതിൽ ചാറും വെക്കണുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പുളിശ്ശേരിയുടെ തൈരെന്ന് പറഞ്ഞിട്ട് ബ്ലിങ്കിറ്റിൽ നിന്ന് മേടിക്കണം, നല്ല അടിപൊളിയാണ്. അത് കട്ട പോലും ഉടക്കണ്ട, കട്ട ഉടച്ചതാണ്. നേരെ നമുക്ക് പാക്കറ്റ് പൊട്ടിച്ചിട്ട് അതിനകത്തേക്ക് ഇട്ടാൽ മതി. ഇപ്പം ഞാൻ കട്ട ഉടക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് നോക്കിയപ്പോഴത്തേക്കാണ് മനസ്സിലായത് അതിനകത്തൊരു കട്ട പോലും ഇല്ല. നേരിട്ട് അങ്ങോട്ട് ഒഴിച്ചാൽ മതി, മിക്സിയിൽ കറക്കല ഒന്നും ചെയ്യണ്ട. പിന്നെ തൈര് മിക്സിയിൽ കറക്കിയാലും അത്ര ഒരു രസം ഉണ്ടാവില്ല, കാരണം അത് വെള്ളം പോലെ ആയിപ്പോവും. അപ്പോൾ നമ്മൾ ഒരു വിസ്ക് വെച്ച് ബീറ്റ് ചെയ്യുമ്പോൾ കട്ട പോലെ ഇരിക്കുകയും ചെയ്യും, അതിൻ്റെ കട്ടകൾ പോവുകയും ചെയ്യും, നല്ല തിക്കായിട്ടിരിക്കും. അങ്ങനെ ഇനിയിപ്പോൾ ക്യാബേജിനുള്ള കടുക് വറുത്ത് ഞാനിട്ട് അതിനുശേഷം ഇനി ചാറിനുള്ള കടുക് വറുക്കലാണ്. അപ്പോൾ ഒന്നിച്ച് ചില സമയത്ത് വറുക്കും, എങ്കിലും ഇപ്പോൾ ഈ ചാറിൻ്റെ അകത്തേക്ക് കുറച്ച് മുളക് പൊടിയും ഉലുവട പൊടി, ഇപ്പോൾ ആദ്യം ഉലുവട പൊടി ഇട്ട് കൊടുത്ത്, പിന്നെ മുളക് പൊടിയും കായപ്പൊടിയൊക്കെ ഇട്ട് അങ്ങനെയാണ് നമ്മൾ ചാറിലേക്ക് ഇടുന്നത്. അപ്പോൾ അത് ക്യാബേജിന് ആവശ്യമില്ല. അപ്പോൾ ചില സമയത്ത് ഞാൻ ഒന്നിച്ച് തന്നെയൊക്കെ വറുക്കും, എന്നിട്ട് അതിൻ്റെ പകുതി എടുത്ത് ക്യാബേജിൽ ഇട്ടിട്ട് പിന്നെ ബാക്കി പകുതിയിലേക്ക് അരികളും മുളക് പൊടിയൊക്കെ ഇടണം. അപ്പോൾ ഇന്ന് വേണ്ട, അങ്ങനെ ചെയ്യണ്ടെന്ന് ചോദിച്ചാൽ ആദ്യം ക്യാബേജിലേക്ക് തന്നെ ഇട്ടിട്ടാണ്. പിന്നെ അടുത്തതായിട്ട് ചാറിന് വേണ്ടിയിട്ട് താളിച്ച്. അപ്പോൾ നമ്മുടെ സാറ്റിനൊക്കെ കൊണ്ടുപോകാനായിട്ട് ഇങ്ങനെ ചാറ ഒക്കെയുള്ള സാധനങ്ങളൊന്നും കൊടുത്ത് വിടാറില്ല. ഇനി അതങ്ങനെ മറിഞ്ഞൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ലാപ്ടോപ്പും എല്ലാം ഇരിക്കുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഡ്രൈ ആയിട്ടുള്ള സാധനങ്ങൾ സാറ്റിനൊക്കെ അതാണ് കൂടുതലും ഇഷ്ടം. വേഗം നമുക്ക് കഴിക്കുകയും ചെയ്യാമല്ലോ. ഇപ്പോൾ കൈ കഴുകാൻ നേരമില്ലെങ്കിൽ പോലും കുഴപ്പമില്ല. മറ്റേത് അങ്ങനെയല്ല, പോയിട്ട് കൈയൊക്കെ കഴുകി കൊണ്ടുവന്ന പാത്രം കഴുകി അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊന്നും വേണ്ട, ഈ ഡ്രൈ ആയിട്ടുള്ള എന്തെങ്കിലും കഴിച്ചു നിന്നാൽ മതിയല്ല. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അവിടെ നമുക്കിഷ്ടമുള്ള ഫുഡ് വാങ്ങി കഴിക്കാം, അതിനും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സമയത്ത് ഫുഡ് കൊടുത്ത് വിടാമല്ല, അല്ലെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന്
കഴിക്കാം, അല്ലാതെ കഴിക്കാതെ നിൽക്കണമെന്നൊന്നുമില്ല. അപ്പോൾ പരിപ്പ് കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ട് ഇനി സവാളയൊക്കെ കുറച്ച് അരിഞ്ഞിട്ട് പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് ഉപ്പും മഞ്ഞളൊക്കെ ചേർത്തിട്ട് പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടാണ്. അപ്പോൾ റിച്ചാന് വേണ്ടെന്ന് പറഞ്ഞേക്കുന്നത് കൊണ്ട് തന്നെയും ഇതിനകത്ത് പച്ചമുളകൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. എനിക്ക് പച്ചമുളകൊക്കെ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മളുടെ കറികളിൽ ഈ പച്ചമുളകാണെന്നുണ്ടെങ്കിലും ഉണക്കമുളക്, ഇപ്പോൾ ഈ ഒട്ടും എരിവില്ലാതെ മഞ്ഞക്കളറിലൊക്കെ വെക്കുന്ന കറികളിലൊക്കെ അല്ലേ കൂടുതലും, തോരനിലൊക്കെയാണ് നമ്മുടെ ഉണക്കമുളക് കട്ട് ചെയ്തിട്ടിട്ട് മൊരിയിച്ചിട്ട് അത് കടുകൊക്കെ പൊടിച്ചിട്ട് ഇടൂലേ അത്. അപ്പോൾ അത് കൂടുതൽ എരിവ് വേണമെന്നുള്ളവർക്ക് അതൊന്ന് എടുത്ത് കറിയിൽ മിക്സ് ചെയ്ത് അങ്ങോട്ട് കഴിച്ച് കഴിഞ്ഞാൽ എരിവിന് എരിവുമായി. അതിന് വേണ്ടിയിട്ട് പണ്ടത്തെ ആളുകൾ സെറ്റാക്കി വെച്ചേക്കുന്ന ഒരു പരിപാടിയാണ് ഈ കടുക് പൊട്ടിക്കുന്ന സമയത്ത് വറ്റൽ മുളക് ഇടുക എന്നുള്ളത്. അപ്പോൾ ആ വറ്റൽ മുളകിൻ്റെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ആ കറിയുടെ എരിവ് മൊത്തത്തിൽ കൂട്ടി എടുക്കാൻ പറ്റും. എന്നാൽ എരിവ് വേണ്ടാത്ത അവർക്ക് ഈ മുളക് പെറുക്കി മാറ്റിയിട്ട് തോരനാണ് ചാറാണ് അത് കഴിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ പണ്ടത്തെ ആളുകൾക്ക് എന്ത് ബുദ്ധിയാണല്ലേ. ഇങ്ങനെയുള്ള കുറേ കുഞ്ഞു കുഞ്ഞു ടിപ്സ് അവർ ചെയ്തിരുന്നു. അപ്പോൾ ഇതൊക്കെ അറിയാതെ ഫോളോ ചെയ്യുന്ന ഒരുപാട് പേരും ഉണ്ട് കേട്ടോ. ഇതെന്തിനാണെന്ന് അറിയില്ല, അന്ന് പച്ചമുളക് ഇടും ഉണക്കമുളക് ഇടും അങ്ങനെയാണല്ല എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ എന്ത് ചെയ്യുമ്പോഴും ഇല്ലേ, ഞാനിങ്ങനെ ചിന്തിച്ച് പോകാറുണ്ട്, ഇതെന്തിനു വേണ്ടിയിട്ടായിരിക്കുള്ളൂ പണ്ടത്തെ ആളുകൾ ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് പിടികിട്ടാത്ത ഒരുപാട് കാര്യങ്ങൾ കിടക്കുന്നുണ്ട് കേട്ടോ. ഈ ഓരോ മസാലകൾക്കും അത് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിടുമ്പോൾ നമുക്ക് എന്താ കിട്ടുക എന്നുള്ളത്, ഭക്ഷണത്തിലൂടെ പല കാര്യങ്ങളും നമുക്ക് മരുന്നായിട്ട് കയറുന്നുണ്ട് ശരീരത്തിൽ. പക്ഷേ ഇപ്പം നമ്മളുടെ ഭക്ഷണ രീതികളെല്ലാം പാളിപ്പോയി. ഇപ്പോൾ ശരീരം കേടാക്കുന്ന സംഭവങ്ങൾ മാത്രമാണ് നമ്മൾ കഴിച്ചത്. നമ്മുടെ കേരളത്തിലെ ഭക്ഷണ രീതികൾ കടുക് പൊട്ടിക്കുന്നതൊക്കെ ഒരുപാട് പ്രത്യേകതകളുള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചേക്കുന്നത്. നമ്മുടെ പൂർവികർ നമുക്ക് അസുഖങ്ങൾ വരാതെ മരുന്ന് കഴിക്കാതെ ജീവിക്കാൻ പറ്റുന്ന പാചകവിധികളാണ് പണ്ട് മുതലേ അവർ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളത്. പക്ഷെ അതൊക്കെ നമ്മളിന്ന് കാറ്റി പറത്തിക്കളഞ്ഞ് എന്നിട്ട് ശരീരത്തിന് ചീത്തേക്കാൻ പറ്റുന്ന ഫുഡാണ് ഞാനടക്കം എല്ലാവരും ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തുണികൾ വാഷായി വന്ന് അതൊന്ന് കൊണ്ടുപോയിട്ട് വിരിച്ച് എന്തോരം ജോലികളാണല്ലേ നമ്മൾ ചെയ്യുന്നത്. അത് ഓരോന്ന് നോക്കി നടക്കും. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. എന്തൊരു കഷ്ടപ്പാടാണ് ഈ ജീവിതം എന്ന് എനിക്ക് തോന്നാറില്ല. എപ്പോഴും ഞാനത് എൻജോയ് ചെയ്താണ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും ഞാൻ സ്വപ്നം കാണുന്ന ഒരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എല്ലാവരും ജോലിക്ക് പോവുക, കുട്ടികൾ പഠിക്കാൻ പോവുക, വീട്ടിൽ ഞാൻ മാത്രമായിട്ട് എല്ലാ ജോലികളും ഓടി നടന്ന് ചെയ്ത് അവരൊക്കെ എത്തുന്നതിന് മുമ്പായിട്ട് വൈകുന്നേരത്തെ പലഹാരവും ചായയൊക്കെ സെറ്റ് ചെയ്ത് കാത്തിരിക്കുക. ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഞാൻ സ്വപ്നം കണ്ട കിനാച്ചേരി എന്ന് പറയാം. ഒത്തിരി ആഗ്രഹമുണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു ലൈഫ്. പക്ഷേ എനിക്കൊരിക്കലും അങ്ങനത്തെ ഒരു ലൈഫല്ല. കാരണം എല്ലാവരും പുറത്ത് ജോലി ചെയ്യുന്നവരാണ്. കുട്ടികളായാലും പപ്പയായാലും പുറത്ത് ജോലി ചെയ്യുന്ന ആളുകളാണ്. അവർ 5-6 മാസം അല്ലെങ്കിൽ 8 മാസം, പപ്പ പണ്ട് 10 മാസമൊക്കെ കഴിഞ്ഞിട്ടൊക്കെ വരാറുണ്ട്. അപ്പോൾ അത്രയും നാൾ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ അവർ സ്ഥിരമായി വീട്ടിൽ തന്നെയല്ലേ നിൽക്കുന്നത്, അല്ലാതെ അവർ ജോലിക്ക് പോകേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾക്ക് ആ ഒരു റുട്ടീൻ തെറ്റിപ്പോകണേണ്. ഈ പറഞ്ഞ പോലെ ജോലിക്ക് പോകുമ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് ജോലികളൊക്കെ തീർത്ത് അവരെ വിടണം, അവർക്ക് ഫുഡ് കൊടുക്കണം. അപ്പോൾ എല്ലാ ജോലികളും നമ്മൾ ഒറ്റ ശ്വാസത്തിൽ ചെയ്തങ്ങോട്ട് തീർക്കും. പക്ഷേ ഇതങ്ങനെയല്ല. എല്ലാവരും വീട്ടിൽ നിൽക്കുമ്പോൾ അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ഏതെങ്കിലും ഒരു സമയത്ത് കഴിച്ചാലും മതി, അങ്ങനെ ഒരു സ്ഥലത്ത് ആർക്കും പോകണ്ട. അപ്പോൾ ആ ഒരു റുട്ടീൻ എനിക്ക് പിടിക്കാൻ സത്യത്തിൽ സാധിച്ചിട്ടില്ല. ഇപ്പോൾ കുട്ടികളാണെന്നുണ്ടെങ്കിലും രാവിലെ 7 മണിക്ക് പോയാൽ ഉച്ചയ്ക്ക് വീട്ടിലെത്തും, 2 മണിക്ക് വീട്ടിലെത്തും, പിന്നെ കുട്ടികൾ വീട്ടിലുണ്ട്. അപ്പോൾ വൈകുന്നേരം വരെയൊന്നും നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആകെ വേറൊരു ടൈപ്പ് ലൈഫ് സ്റ്റൈലായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ എല്ലാവരും വീട്ടിൽ തന്നെയുണ്ട്. ജോലിക്ക് പോകുമ്പോൾ പിന്നെ അവരെ കാണുന്നില്ല, കുറേ മാസങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരു ലൈഫ്. അപ്പോൾ അങ്ങനെ നമ്മളുടെ കറികളെല്ലാം ചെയ്തതിന് ശേഷമില്ലേ, പരിപ്പ് കറിയൊക്കെ ഉണ്ടാക്കി വെച്ച് ഇത്തിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടുന്നത് താളിച്ചെടുത്ത് അതും കടുക് പൊട്ടിച്ചാണ് ഇപ്പം ഞാൻ പരിപ്പ് താളിച്ചത്. കാരണം റിച്ചാർഡിന് കൊടുക്കണമെങ്കിൽ കടുകൊക്കെ പൊട്ടിച്ചാൽ ആ ഒരു കടുക് പൊട്ടിച്ചെന്ന് പറഞ്ഞ പേരിൽ പരിപ്പ് കറി കഴിക്കാതിരിക്കും. അപ്പോൾ നമ്മൾക്കാണെങ്കിൽ നമ്മൾ എങ്ങനെയായാലും കഴിക്കാം. അപ്പോൾ കടുക് പൊട്ടിച്ച് തന്നെ പരിപ്പ് കറി താളിച്ച് അത് കഴിഞ്ഞിട്ട് പപ്പ തലേദിവസം കൊണ്ടുവന്ന് വെച്ചാൽ സ്വീറ്റ് പൊട്ടറ്റോ, അതൊരൊറ്റ പൊട്ടറ്റോ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ആ ഒരു പീസാണ് കൊണ്ടുവന്നത്. അതൊന്ന് കട്ട് ചെയ്ത് അത് നന്നായിട്ട് കഴുകണം. ഭയങ്കര ചെളിയായിരിക്കുള്ളൂ, കൽപ്പൊടിയുടെ ചെളിയായിരിക്കുള്ളൂ അതിൽ. അതെല്ലാം കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്ത് സ്റ്റീം കയറ്റി എടുക്കാനായിട്ട്. ഇത്തിരി ഉപ്പും കൂടി അതിൻ്റെ മീതൽ വിതറിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ റൂബിക്ക് 2 മുട്ട എടുത്തിട്ടൊന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചേട്ടാ.
അവൾക്ക് ചിക്കൻ ഇരിക്കുന്നുണ്ട് എങ്കിൽ തന്നെയും പീസ് കുറവാണ്. അപ്പോൾ ഇനി വേറെ ചിക്കൻ എടുത്ത് വേവിക്കാതെ ഈ 2 മുട്ട ആദ്യം കൊടുത്തു കഴിഞ്ഞിട്ട് രാത്രി പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ആ ചിക്കൻ കൂടി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് അവളത് കഴിക്കും. ആ 2 കൂടി ആകുമ്പോൾ ഓക്കെയാണ്. അപ്പോൾ കഴിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ മേശപ്പുറത്തുകൊണ്ടൊന്ന് വെച്ച് അങ്ങനെ എല്ലാവരെയും വിളിച്ച് ഞങ്ങൾ 3 ആളും കൂടിയിട്ട് ഫുഡും കഴിച്ചിട്ട്. അപ്പോൾ സാറ്റർഡേ ഇല്ലല്ലോ. അപ്പോൾ ഇന്നും സാറ്റ 2:30 ഓഫീസിൽ നിന്ന് ഇറങ്ങി 3:30 വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ കാറ് കയറ്റുന്നതുകൊണ്ട് ഫ്രണ്ട് ഡോർ പൂട്ടിയിട്ടേക്കാണ്. റൂബി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ആ ചേച്ചിനെ കാണാൻ വേണ്ടി. ആരാണ് പിന്നെ വന്നത്? ആരാണ് വന്നത്? ആരാണ് ഇപ്പം വന്നത്? ആരാണ് വന്നത്? നോക്കാൻ പോവുക. കൊച്ചു ചോദിക്കണ ചോദ്യങ്ങളാണത്. ഓ അത് തന്നെ കൊച്ചിലപ്പോ ചെന്ന് എന്റെ ചോദ്യം ബാക്കിയുണ്ട്. എന്താണ് കേട്ടല്ല? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഉത്തരം പറയണം. അല്ല പിന്നെ എനിക്കറിയാം കൊച്ചിന് ബാക്കി ക്വസ്റ്റ്യൻ ഉണ്ടെന്ന്. പക്ഷെ അത് സാറ്റിനയാണ് നേരിട്ട് ചോദിക്കണമെങ്കിൽ മുഖത്ത് നോക്കി. ഇപ്പം സാറ്റിനൊക്കെ വേണ്ടി ഞാൻ ചോദിക്കണേണ്. പൊന്നോ കൊച്ചവിടെ പോച്ച് പൊന്നവിടെ പോച്ച് എവിടെ പോച്ചു കുഞ്ഞെ എവിടെ പോച്ച് ഒന്ന് മണത്തേക്കട്ടേന്ന്. അത് മനസ്സിലായില്ല. ചായ കൂടി ചായക്ക് ഭർത്താവ് എങ്കിൽ ചായ കഴിക്കും. അപ്പൊ തന്നെ സാറിനെ രാവിലെ വിട്ടിട്ട് വരൂലേ, ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം അപ്പൊ തന്നെ. അല്ലെന്നുണ്ടെങ്കിൽ എപ്പോഴാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണത് ആള്? കൊറേ കഴിഞ്ഞിട്ട് സാറിനില്ലെങ്കിലേ അപ്പൊ തന്നെ ബ്രേക്ക്ഫാസ്റ്റ്. ശരി ശരി. അതിന് ഞാൻ വോയിസ് ഓവർ കൊടുക്കണ എപ്പോഴാന്ന് 9 മണിക്ക്. കാരണം ഇയാളുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടാ വോയിസ്. ഇന്ന് പുട്ടുമ്പഴം വാരി കൊടുത്ത് അതാ പിന്നെ വോയിസ് കൊടുക്കണത്. അത് സട്ടന പുറകിലിട്ട് കൊടുക്കണ്. കഷ്ടം. കഴിച്ചാ ചപ്പാത്തി കഴിച്ചാ? നഗറ്റ്സ് വെറുതെ കഴിച്ച്. ഞം ഞം. ഇനി വർക്ക് തുടങ്ങട്ടെ. എന്തിനാണ്? പറഞ്ഞോ. ഷാർജ ഷേക്ക് എന്തേ? പിള്ളേർക്ക് നിങ്ങൾക്ക് മേടിക്കണമെന്നൊക്കെ പറഞ്ഞാണ് പോയത് ഇവിടുന്ന്. ടയേർഡാണെന്നും പറഞ്ഞ് നിങ്ങൾ രണ്ടാളും സെയിം ടു യു. സ്വീറ്റ് പൊട്ടറ്റോ പുഴുങ്ങിയത് പപ്പക്കും സന്നക്കും മാത്രമല്ലേ ഉള്ളു. ഞാനത് കഴിക്കൂലല്ല. അതുകൊണ്ട് എനിക്കെന്തെങ്കിലും കഴിക്കണ്ടേന്നും പറഞ്ഞ് റിച്ചാർഡ് മേടിച്ചാണ്. അവന് മാത്രമായിട്ടിരിക്കലും അവൻ മേടിക്കലോ കേട്ടോ. അവന് എല്ലാവർക്കും ബർഗർ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഈ ടാക്കോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സംഭവം മേടിച്ചിട്ടുണ്ട്. അത് മിക്കവാറും ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് മേടിക്കാൻ തോന്നാറില്ല കേട്ടോ, എങ്ങനെയാണ് ആവോ ടേസ്റ്റ് എന്ന്. പക്ഷേ ഇല്ലേ അപാര ടേസ്റ്റാന്ന് കേട്ടോ. ഇനി ടാക്കോസേ മേടിക്കോളൂ എന്നുള്ളൊരവസ്ഥയിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ബർഗറിനെക്കാട്ടിയും എന്തുകൊണ്ടും വില കുറവും ടേസ്റ്റ് കൂടുതലും ടാക്കോസിന് തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം റിച്ചാർഡ് പൊട്ടിച്ച് വെച്ച് പപ്പക്കുള്ള ബർഗറാണ് തപ്പിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരെണ്ണം വെജ് ബർഗർ പറഞ്ഞേക്കുന്നത് അത് ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഒരേപോലെയുള്ള പാക്കറ്റിലാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എല്ലാം തുറന്ന് നോക്കിയിട്ടാണ് പപ്പക്കുള്ള വെജ് ബർഗർ എടുത്ത് കൊടുത്തിട്ടുണ്ടാകുന്നത്. ഒക്കെ റിച്ചാർഡ് തന്നെ എല്ലാം ഇങ്ങനെ തുറന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അതിൽ ഒരു രീതിയിൽ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല.
അങ്ങനെ ദേ ഒരെണ്ണം കണ്ടുപിടിച്ച് പപ്പക്ക് കൊണ്ട് കൊടുത്തിട്ടാ. അപ്പോൾ പപ്പ ഇപ്പം കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളെന്ത് വിചാരിക്കും, സാറ്റിനെ എന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ചാണ് ആൾ കഴിക്കണത്. ഏതായാലും പപ്പക്കൊരു അത്യാവശ്യ കാര്യം ഫോണിൽ ചെയ്യാനുള്ളതുകൊണ്ട് പപ്പ അവിടെ തന്നെ ഇരുന്ന് അത് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ബർഗറും കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ടാക്കോസ് എടുത്തിട്ടാണ് കഴിച്ചു നോക്കിയത്. ടാക്കോസിൻ്റെ പുറത്ത് ആ ഒരു റാപ്പ് ചെയ്തേക്കുന്ന സംഭവം ശരിക്കും ഈ ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് അരച്ച് കുഴലപ്പം ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റാണ് എനിക്ക് തോന്നിയത്. അത് നല്ലൊരു ടേസ്റ്റ്. ഇത്രയും ടേസ്റ്റ് ഞാൻ ഇതുവരെ ഇതുപോലത്തെ സാധനങ്ങൾക്ക് കിട്ടിയിട്ടില്ല. കാരണം ഒരു നാടൻ കുഴലപ്പത്തിൻ്റെ ഒരു ടേസ്റ്റും അന്ന് അതിൻ്റെ അകത്ത് വെച്ചേക്കുന്ന ഒരു ഫില്ലിംഗ് എന്ന് പറഞ്ഞത് ചിക്കൻ്റെ നല്ല കട്ടിയുള്ളൊരു ഫില്ലിങ്ങും എല്ലാം കൂടി ആയപ്പോഴുള്ള ആ ഒരു ടേസ്റ്റ് അതൊക്കെ എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ അതിശയിച്ചു പോയിട്ടാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ അത് ഉടനെ തന്നെ മേടിച്ചിട്ടൊന്ന് കഴിക്കും. അത്രയും ടേസ്റ്റായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കാനുള്ള നേരമൊന്നും ആയിട്ടില്ല, ചായ കുടിക്കാനുള്ള നേരമൊന്നും ആയിട്ടൊന്നുമില്ല. നമ്മൾ 5 മണിയൊക്കെ ആകുമ്പോഴേ സാധാരണ ചായ കുടിക്കുകയൊക്കെ ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഏതായാലും സാറിനിങ്ങനെ വരുമ്പോൾ ആ ഒരു ഇൻട്രസ്റ്റിൽ അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ചായ കുടിച്ച്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് കഴിക്കണുണ്ടെന്നൊക്കെ റിച്ചാർഡ് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞാൽ ആദ്യം കണ്ടില്ല, ആൾ കഴിക്കുന്നുണ്ട്, പക്ഷേ ആ ഫോണിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതും കൂടി ഒപ്പം ചെയ്യുന്നത് കൊണ്ട് ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ല ആൾ. അങ്ങനെ നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ദേ ഇവിടെ വന്ന് ബാക്കി ഇവിടെ വന്ന് നിന്ന് കഴിക്കാൻ തുടങ്ങി. കാരണം അവിടെ ഇൻവെർട്ടറിൻ്റെ ആളുകൾ വന്നിട്ടുണ്ട്. ഇൻവെർട്ടർ കംപ്ലൈൻ്റ് ആയിട്ടുണ്ടല്ലോ. പക്ഷെ അത് കേടായിട്ടില്ല, ഇതിങ്ങനെ തന്നെ ഉപയോഗിച്ചിട്ട് കുറേ കഴിഞ്ഞ് മാറ്റാൻ മതി എന്നാണ് ബാറ്ററിയുടെ ആളും പറയണത്, ഇൻവെർട്ടറിൻ്റെ ആളും പറയണത്. അല്ലാതെ പെട്ടെന്ന് മാറ്റേണ്ട ആവശ്യമില്ല. അങ്ങനെ പിന്നെ ആ ഒരു കാര്യം ഇപ്പോൾ തൽക്കാലം പുതിയത് മേടിക്കേണ്ടെന്ന് ആക്കിയിട്ടുണ്ട്. അപ്പോൾ റിച്ചാർഡിന് ദേഷ്യം വന്നിരിക്കുന്നത്. റിച്ചാർഡിന് എപ്പോഴും എല്ലാ സാധനങ്ങളും പുതിയത് മാറ്റി മേടിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം, ഏറ്റവും ഇത് പുതിയതാക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ റിച്ചാർഡ് അതിന് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പപ്പനെ എന്നെയും. ഇത് ചെറിയൊരു കംപ്ലയിൻറ്റ് വരുമ്പോഴത്തേനും നിങ്ങൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്, പിന്നെ എന്തിനാണ് അത് കൂട്ടാൻ നിൽക്കുന്നത് എന്നൊക്കെ കുറേ വഴക്കൊക്കെയാണ്. എങ്കിൽ തന്നെയും പപ്പ പറഞ്ഞ് കുറച്ചും കൂടി അവർ തന്നെ പറയണം ഇപ്പോൾ മാറ്റണ്ടെന്ന്, പിന്നെ നമ്മൾ എന്തിനാണ് മാറ്റണേന്ന് പപ്പ. അപ്പോൾ അങ്ങനെ ഒരു തർക്കം നടക്കുന്നു. അപ്പോൾ ഏതായാലും പണിക്കാരോടപ്പുറത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് റൂബിനെ ഒന്ന് മാറ്റണമല്ലോ. അപ്പോൾ ഞങ്ങളിങ്ങോട്ട് കയറി. അപ്പോൾ സാറ്റിനെ കൊച്ച് ഏതായാലും ലാപ്ടോപ്പും കൊണ്ട് സാറ്റിനെ കൊച്ചും കയറി. അപ്പോൾ അവിടെ ഇരുന്ന് കഴിക്കുകയും ചെയ്യണം. ഇനിയിപ്പോൾ ഉടനെ തന്നെ ബെഡ്ഷീറ്റ് മാറ്റണം. അവളവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല, നിങ്ങൾ എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്കും ഞാൻ ബെഡ്ഷീറ്റ് മാറ്റിക്കോളാം, അവളവിടെ നിന്നോട്ടെ, അവൾക്ക് അവളുടെ സ്വാതന്ത്ര്യം നമ്മൾ നഷ്ടപ്പെടുത്താറില്ലല്ലോ. വളരെ സങ്കടം വരുന്നുണ്ട്, ടയേർഡായിട്ടിരിക്കണേ വല്ലാണ്ട്. 24 മണിക്കൂർ വർക്ക് കഴിഞ്ഞ് വന്നേക്കണേണ് ഉറങ്ങാതെ അല്ലേ. അതിൻ്റെ ക്ഷീണം വളരെ നന്നായി കാണുന്നുണ്ട്. ദൈവമേ, പിള്ളേരൊക്കെ പണിയെടുക്കുക. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചത് തന്നെയായിരുന്നു ഈ കാണിച്ചത്. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു റയൻ വിളിച്ചത് ബുധനാഴ്ചയാണെന്ന്. അപ്പോൾ ആ ഒരു സമയത്ത് റയൻ വിളിച്ചുകൊണ്ടിരിക്കണേണ്. അപ്പോൾ നല്ല മഴ പെയ്തപ്പോഴത്തേക്കും സാറ്റിനെയും റിച്ചാർഡും കൂടി പുറത്തേക്ക് ഇറങ്ങി മഴ ആസ്വദിക്കണേണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ റയനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഏടത്തിയമ്മയും ചേട്ടനും കൂടി പുറത്ത് നിൽക്കണം. അപ്പോൾ റയന നേരത്തെ തന്നെ ഇവരോട് രണ്ടുപേരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണ് അവർ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനങ്ങനെ കുറച്ചധികം നേരം സംസാരിച്ചതിന് ശേഷമാണ് പിന്നെ നടക്കാൻ പോയെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. നടക്കാനൊക്കെ പോയി. പാതി വഴി ആയപ്പോഴത്തേക്കും റോജറിൻ്റെ കോള് വന്നപ്പോൾ എൻ്റെ കയ്യിൽ ഫോണിലുണ്ട്. വേഗം തന്നെ ഫോൺ എടുത്തിട്ട് പിന്നെ പാതി വഴി നടന്നത് റോജറിനോട് സംസാരിച്ചിട്ടാണെന്നൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് പിന്നെയും കുറച്ച് നേരം സംസാരിച്ചിട്ടാണ് ഫോൺ വെച്ചിട്ടുള്ളത്. അപ്പോൾ റോജർ ടെറസിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് റോജറിനെ ശരിക്കും കാണാൻ പറ്റാത്തത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. തിങ്കളാഴ്ച വീണ്ടും കാണാം. താങ്ക്